കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിന് സമീപമുള്ള ചിറക്കടവിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം. ശങ്കരനാരായണ മൂർത്തി ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. അയ്യപ്പസ്വാമിയുടെ പിതൃസ്ഥാനീയനായാണ് ചിറക്കടവ് മഹാദേവനെ കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ചിറക്കടവിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ എരുമേലിയിൽ പേട്ട തുള്ളുക പതിവില്ല. അയ്യപ്പസ്വാമി ചിറക്കടവിൽ ആയോധന മുറകൾ അഭ്യസിച്ചിരുന്നതായും ഐതിഹ്യങ്ങളുണ്ട്. ചിറക്കടവിൽ നടന്നു വരുന്ന വേലകളി ഇതുമായി ബന്ധപ്പെട്ടതാണെന്നൊരു വിശ്വാസവുമുണ്ട്. ആൾവാർ വംശാധിപത്യ കാലത്ത് ചന്ദ്രശേഖര ആൾവാർ എന്ന രാജാവാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവ് ആൾവാർ വംശത്തെ തുരത്തി ചിറക്കടവിനെ അധീനതയിലാക്കി. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജാവിനെ പരാജയപ്പെടുത്തി തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കി. ചെമ്പകശ്ശേരി രാജാവിൻ്റെ അധീനതയിലായിരുന്ന ഈ പ്രദേശത്തെ കീഴ്പ്പെടുത്തുവാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് സഹായം നൽകിയത് ചെങ്ങന്നൂർ വഞ്ഞിപ്പുഴ തമ്പുരാനാണ്. പ്രത്യുപകാരമായി ചിറക്കടവ്, ചെറുവള്ളി, പെരുവന്താനം എന്നീ 3 ദേശങ്ങൾ കരമൊഴിവായി വഞ്ഞിപ്പുഴ തമ്പുരാന് ലഭിച്ചു. പിന്നീട് 1956 ഐക്യകേരള പിറവിയോടെ നാടുവാഴിത്തമില്ലാതാവുകയും അവകാശങ്ങൾ പൂർണ്ണമായും സർക്കാരിൽ വന്നു ചേരുകയും ചെയ്തു. 1961 ജൂലൈയിൽ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി. ദേവസ്വം ബോർഡിൻ്റെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം. ഒരു കൂറ്റൻ കൂവളച്ചുവടിൽ സ്വയംഭൂവായി അവതരിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ വിഗ്രഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കുറ്റിക്കാടുകൾക്കിടയിൽ വേറിട്ടു നിന്ന വില്ലുമരച്ചുവട്ടിൽ കൂവളം പറിക്കുന്നതിനായി പാരകൊണ്ട് മണ്ണിൽ കുത്തിയപ്പോൾ രക്തം പൊടിഞ്ഞു. ഇത് കണ്ട് ഭയന്ന സ്ത്രീയുടെ നിലവിളി കേട്ട് സമീപത്തെ കാലിമേച്ചുകൊണ്ടിരുന്ന ആളുകൾ ഓടിക്കൂടി. രക്തസ്രാവം കണ്ട ഭാഗത്തെ മണ്ണ് നീക്കിയപ്പോൾ ശിവലിംഗം കണ്ടെത്തിയെന്നാണ് ഐതിഹ്യം. ഈ കൂവളച്ചുവട്ടിൽ ഒരു മഹർഷി വസിച്ചിരുന്നു. കൂവളച്ചുവട്ടിൽ വസിച്ചിരുന്നതുകൊണ്ട് കൂവ മഹർഷി എന്ന അപരനാമത്തിൽ പിന്നീട് ഈ മഹർഷി അറിയപ്പെട്ടു. ദിവസേന 5 പൂജകളാണ് ക്ഷേത്രത്തിലുള്ളത്. സാധാരണയായി രാവിലെ 5 മണിക്ക് നട തുറക്കും. ആദ്യം നിർമാല്യ ദർശനം, അതിനുശേഷം ഗണപതി ഹോമം, അഭിഷേകത്തിനു ശേഷം അവൽ, മലർ, ത്രിമധുരം എന്നിവ നിവേദിക്കുന്നു. 6:30 ഉഷപൂജ, 7 മണിക്ക് എതിർത്ത പൂജ, 7:15 മണിയോടുകൂടി എതിർത്ത ശീവേലി, 8 മണിക്ക് പന്തീരടി പൂജ, 9:30 മണിക്ക് നവകപൂജ, 10 മണിയോടെ നവകാഭിഷേകം. നവകാഭിഷേക സമയത്ത് വഴിപാടായി ജലധാര, ക്ഷീരധാര, കരിക്കാഭിഷേകം, 108 കലശം എന്നിവ നടത്താറുണ്ട്. 10:30 മണിക്ക് ഉച്ചപൂജ, ശേഷം ഉച്ചശീവേലി. 11 മണിക്ക് ക്ഷേത്രനട അടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. അസ്തമന സമയത്ത് ദീപാരാധന, 7:45 അത്താഴ പൂജയും അത്താഴ ശീവേലിയും, 8 മണിക്ക് നടയടയ്ക്കുന്നു. വഞ്ഞിപ്പുഴ തമ്പുരാൻ ചിറക്കടവ്, ചെറുവള്ളി, പെരുവന്താനം എന്നീ ക്ഷേത്രങ്ങളുടെ ആധിപത്യം വഹിച്ച് ചിറക്കടവിൽ താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒരു നായർ പട്ടാളത്തെ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ നാട്ടുപ്രമാണികളായ കാമനാമഠം പണിക്കർ, മാലമല കൈമൾ എന്നിവരെ വിളിച്ചുകൂട്ടി സമർത്ഥന്മാരായ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആയോധന വിദ്യ അഭ്യസിപ്പിച്ചു. കാലാന്തരത്തിൽ തമ്പുരാൻ്റെ പ്രതാപം കുറയുകയും സംഘത്തെ എന്തു ചെയ്യണമെന്ന് നാട്ടുപ്രമാണികളുമായി ആലോചിച്ച് ക്ഷേത്രോത്സവത്തിന് ചിറക്കടവ് ശ്രീ മഹാദേവൻ്റെ അംഗരക്ഷകരായി നിയോഗിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് സംഘത്തിൻ്റെ അംഗസംഖ്യ അനുസരിച്ച് 2 ഭാഗമായി തിരിച്ച് ഇതൊരു ക്ഷേത്രകലയായി രൂപപ്പെടുത്തുവാനും തീരുമാനിച്ചു. മാലമല കൈമളുടെ ഭാഗത്തിന് തെക്കുംഭാഗമെന്നും കാമനമഠം പണിക്കരുടെ വിഭാഗത്തിന് വടക്കുംഭാഗമെന്നും നാമകരണം ചെയ്തു. ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊരു പ്രധാന ചടങ്ങാണ് വേലകളി. ചിറക്കടവ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണിത്. ഉത്സവനാളുകളിൽ മഹാദേവൻ്റെ നീരാട്ട്, ആറാട്ടുകടവ് എന്നറിയപ്പെടുന്ന ഈ കുളത്തിൻ്റെ മറപ്പുരയിലാണ് ചിറക്കടവ് ദേവസ്വം വക ആനയാണ് ചിറക്കടവ് തിരുനീലകണ്ഠൻ. മീനരി വഴിപാടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം. മഹാദേവ ക്ഷേത്രക്കുളത്തിലെ മീനുകൾക്ക് മീനൂട്ട് നടത്തിയാൽ രോഗദുരിതങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. മീനരി വഴിപാട് പതിവായി ഉണ്ടെങ്കിലും കർക്കിടകവാവ് ദിനത്തിലെ വഴിപാടിനാണ് ഏറെ പ്രാധാന്യം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ ചിറയിലാണ് മത്സ്യങ്ങളെ ഊട്ടുന്നത്.
മേൽശാന്തി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു നൽകിയ ധാന്യങ്ങൾ ഭക്തർ ചിറയിൽ സമർപ്പിക്കും. രാവിലെ 6 മണി മുതൽ ആരംഭിക്കുന്ന വഴിപാടിൽ ക്ഷേത്രക്കുളത്തിന് ചുറ്റും നടന്ന് മത്സ്യങ്ങൾക്കായി ധാന്യങ്ങൾ നൽകും. രാവിലെ 11:30 ക്ഷേത്രം അടയ്ക്കുന്നതുവരെ ദർശനത്തിനും മീനരി വഴിപാടിനുമായി സൗകര്യമുണ്ട്. ചിറക്കടവ് മഹാദേവന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാനായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് തുടർച്ചയായി എത്തിച്ചേരുന്നു.